ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു പെപ്പർ ചിക്കൻ തയ്യാറാക്കാട്ടോ. നല്ല നാടൻ രുചിയോട് കൂടിയിട്ടുള്ള കിടുവായിട്ടുള്ളൊരു കുരുമുളകിട്ട് വരട്ടിയ ചിക്കൻ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിലും ബാച്ചിലേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിലും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നതുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ അളവിൽ നമുക്കൊരു മസാല പൗഡർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവനോടുകൂടിയ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാട്ടെ. പിന്നെ 1 ടേബിൾ സ്പൂൺ മുഴുവനോടുകൂടിയ മല്ലി, 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പട്ട ഒന്ന് മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഗ്രാമ്പു, 3 ഏലക്കായും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ആ ഒരു ഹോൾ സ്പൈസസ് ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണക്കം ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു മസാല പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പെപ്പർ ചിക്കൻ തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഫ്രഷായിട്ട് മസാല പൗഡറൊക്കെ തയ്യാറാക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ ഒരു പെപ്പർ ചിക്കന് നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മസാല പൗഡർ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. നമുക്കിനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ആ സെയിം പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. ഇതുപോലുള്ള നാടൻ റെസിപ്പികളൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയായിരിക്കും നന്നായിട്ട് തന്നെ വരിക കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 15ഓളം ചെറിയുള്ളി ഒന്ന് മുറിച്ചത് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളിയുടെ അളവ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ചെറിയുള്ളിയും സവാളയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്. സവാളയ്ക്ക് പകരം മുഴുവനായിട്ട് ചെറിയുള്ളി ആണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, കൂടുതൽ ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള നീളത്തിൽ മുറിച്ചത് ഒന്ന് ചേർക്കുന്നുണ്ട്. ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷമാണ് അതിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. സവാളയും ചെറിയുള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഇതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നമുക്കിതുപോലെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു സവാള ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വരണം കേട്ടോ. അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് മാറുക. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ അളവിൽ ചിക്കനാണ് കേട്ടോ. ഇതിപ്പോൾ എല്ലോട് കൂടിയ ചിക്കനാണ്. അതായിരിക്കും ഒന്നും കൂടി നന്നായിട്ട് വരിക. നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചെടുത്തതാണ്. വലിയ കഷ്ണങ്ങളെക്കാളും ഇതായിരിക്കും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനൊക്കെ നന്നായിട്ട് വരിക. ഇതിലേക്ക് ആവശ്യത്തിനുള്ളൊരു ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് വേണം ആ ഒരു ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്യാം കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചിക്കൻ ചൂടായിട്ട് വരുമ്പോൾ വെള്ളം പുറത്തോട്ട് വരുന്നുണ്ടോ. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ ചിക്കൻ ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഒരു വൈറ്റ് കളറിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ തന്നെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വന്നോളൂ കേട്ടോ. എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിത് പെപ്പർ ചിക്കൻ ഡ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു മസാല പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കുറച്ച് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ആ ഒരു ചിക്കൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് പിടിച്ച് അടിപൊളിയായിട്ട് തന്നെ മാറും കേട്ടോ. ഇനി വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ട് കുക്കായിട്ട് ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി ഡ്രൈ ആയിട്ട് മാറും. പക്ഷേ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കണം. ഒരുപാട് ഹാർഡായിട്ടുള്ള ഒരു ടെക്സ്ചറിലേക്ക് വരരുത് കേട്ടോ. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ട് മാറട്ടെ. കണ്ടില്ലേ, ആ ഒരു വെള്ളമൊക്കെ വറ്റി ആ ഒരു എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വഴന്ന് നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു സവാളയും ഉള്ളിയൊക്കെ നന്നായിട്ട് ക്യാരമലൈസ്ഡ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റേജ് വരെ ആക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് മാറുക കേട്ടോ. ആ ഒരു ഉള്ളി സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ മാറും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. ആ കറിവേപ്പിലയും ഒക്കെ നല്ലൊരു ക്രിസ്പി ടെക്സ്ചറിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ചതിന് ശേഷം ഒന്നും കൂടി ഞാനിതൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ്. നിങ്ങൾക്ക് നല്ല സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുല്ലോ നേരത്തെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്തതിന് പകരം കൂടുതൽ അളവിൽ 1.5 ടേബിൾ സ്പൂണൊക്കെ വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുരുമുളക് പൊടിയാണെങ്കിലും ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. നന്നായിട്ട് തന്നെ വരും. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. ഇത് നോർമൽ ഒരു എരിവ് ഉള്ളൊരു പെപ്പർ ചിക്കൻ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ
സിമ്പിളായിട്ടുള്ള നല്ല നാടൻ രുചിയോട് കൂടിയിട്ടുള്ള പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ആർക്കും തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂ. മാരിനേറ്റ് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ചോറിൻ്റെ കൂടെയാണെങ്കിലും ചപ്പാത്തിയുടെയൊക്കെ കൂടെയാണെന്നുണ്ടെങ്കിലും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സിമ്പിളായിട്ടുള്ള പെപ്പർ ചിക്കൻ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക. ഇതിന് മുമ്പ് ഞാൻ പെപ്പർ ചിക്കൻ്റെ പല റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.